വയനാട് ചെമ്പ്ര പീക്ക് വനസംരക്ഷണ സമിതി ഫണ്ടിൽ നിന്ന് 16 ലക്ഷം രൂപ തിരിമറി നടത്തിയതായി പരാതി. സംഭവത്തിൽ പോലീസ് അന്വേഷണം വേണമെന്ന് ഭരണസമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു. ചെമ്പ്ര പീക്കിൽ കഴിഞ്ഞ വർഷം മുതലാണ് സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുള്ളത്. പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ജോയിന്റ് അക്കൗണ്ടിലാണ് ചെമ്പ്ര പീക്ക് ടിക്കറ്റും ട്രെക്കിംഗ് ഇനത്തിൽ ലഭിക്കുന്ന തുകയും നിക്ഷേപിക്കുന്നതെങ്കിലും കണക്കുകൾ ലഭ്യമാക്കാറില്ലെന്നാണ് പ്രധാന ആരോപണം. 16 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്നും ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ ആരോപിച്ചു. സംഭവത്തിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് ഭരണസമിതിയുടെ ആവശ്യം. തട്ടിപ്പ് DFO വിളിച്ച് പറയുമ്പോഴാണ് 16 ലക്ഷം രൂപയുടെ തട്ടിപ്പ് ചെമ്പറയിൽ നടന്നതായിട്ട് അറിയുന്നത്. അത് ക്യാഷ് ഈ പ്രതികളായിട്ടുള്ള ഇപ്പൊ സസ്പെൻഷനുള്ള ഉദ്യോഗസ്ഥർ ആ 16 ലക്ഷം രൂപയും തിരിച്ചടച്ചിട്ടുണ്ട് എന്നും DFO പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഞങ്ങൾ യോഗം ചെയ്യുകയും ഇത് സംബന്ധിച്ച വിശദീകരണം ഈ ജീവനക്കാരോടും DFOമാരോടും ഓഫീസിലെ സ്റ്റാഫിനോടും ഒക്കെ തേടുകയും ചെയ്തു. പക്ഷെ അത് തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഫലപ്രദമായ അന്വേഷണത്തിലേക്ക് പോയാൽ മാത്രമാണ് ഈ പണം, സർക്കാരിന്റെ പണം ഏതൊക്കെ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമാകൂ. അതുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വയനാട് സൗത്ത് DFO വിവരം അറിയിക്കുമ്പോഴാണ് ക്രമക്കേടിനെ കുറിച്ച് ഭരണസമിതിക്ക് തന്നെ ബോധ്യമുണ്ടാകുന്നത്. സെക്രട്ടറിയായിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ മാത്രം നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിനായി പോലീസ് അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നും ഭരണസമിതി അംഗങ്ങൾ വ്യക്തമാക്കി. ജനം, വയനാട്.